പാകിസ്ഥാനുള്ള IMF ധനസഹായം നിർത്തണമെന്നും കൂടി ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ ഒരു മാപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. സാറ്റലൈറ്റ് ദൃശ്യമാണ്. ലിജോ വർഗീസാണ് ഈ മാപ്പിലെ ദൃശ്യങ്ങളുടെ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ളത്. ലിജോ, എന്താണ് ഈ ദൃശ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം, നിലവിലെ സാഹചര്യത്തിൽ, അതായത് ഇന്നലെ ഇതേ മാപ്പ് നമ്മൾ ഈ സമയത്ത് കാണിക്കുമ്പോൾ ഏതാണ്ട് 1-2 വിമാനങ്ങൾ മാത്രമായിരുന്നു ഈ പാകിസ്ഥാൻ്റെ ആകാശ പാതയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇസ്ലാമാബാദിൽ നിന്ന് വിദേശത്തേക്ക് പല മേഖലകളിലേക്കായി വിമാനങ്ങൾ പോകുന്നത് നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ചുള്ള എയർ സ്പേസിൽ അല്ലെങ്കിൽ ആ എയർ റൂട്ടിൽ കൂടുതൽ വിമാനങ്ങൾ 1, 2, 3, 4, 5 വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി പോകുന്നത് കാണാം. അതിൽ പ്രത്യേകിച്ച് പുറത്തേക്ക് ദുബായ് കേന്ദ്രീകരിച്ചും റിയാദ് കേന്ദ്രീകരിച്ചും ഒക്കെ കൂടുതൽ വിമാനങ്ങൾ പോകുന്നത് കാണാം. അതിനെ മറ്റൊരു തരത്തിൽ ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് ഒരു എയർ ഷീൽഡായി ഈ മേഖലയെ ഇപ്പോൾ ഉപയോഗിക്കുന്നു. അതായത് സാധാരണക്കാരായ ആളുകൾ യാത്ര ചെയ്യുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ എന്ന നിലക്ക് പാകിസ്ഥാൻ ഇപ്പോൾ ആ മേഖല ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ ഉണ്ടാകാതെ ഇരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ തരത്തിലൊരു സിവിലിയൻ ആയിട്ടുള്ള ആളുകളെ, സാധാരണക്കാരായ ആളുകളെ ഒരു ഷീൽഡായി ഇന്നിപ്പോൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ കുറെ കൂടി വലുപ്പത്തിൽ അത് മനസ്സിലാവും. അതായത് പാകിസ്ഥാൻ്റെ ആ ചുറ്റുവട്ടത്ത് പൂർണ്ണമായും ഇപ്പോൾ വിമാനങ്ങൾ നിറയുന്നു. പാകിസ്ഥാൻ ഇസ്ലാമാബാദിലായാലും കറാച്ചിയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്കായാലും വിമാനങ്ങൾ പല വഴിക്കായി പോകുന്നത് കാണാം. ലാഹോറിലേക്ക് വിമാനങ്ങൾ പോകുന്നതായി കാണാം. അതായത് പാകിസ്ഥാൻ്റെ ആകാശപാതയിൽ പലയിടത്തായി നിരവധി വിമാനങ്ങൾ ഇത്തരത്തിൽ പറന്നു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ ഈ സമയത്ത് 1-2 വിമാനങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ഇത്രയും വിമാനങ്ങൾ കൂട്ടത്തോടെ യാത്ര ചെയ്യുന്നത്. ഒരുപക്ഷെ ഇസ്ലാമാബാദിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വിമാനങ്ങൾ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഒരേ സ്ഥലത്ത് 4 വിമാനങ്ങൾ പറക്കുന്നത് തൊട്ടു പുറകെ വാലിന് വാല് എന്ന നിലയ്ക്ക് തന്നെ തൊട്ടു പുറകിലായി ഇത്തരത്തിൽ വിമാനങ്ങൾ യാത്ര ചെയ്ത് പോകുന്ന നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെ ഒരു പ്രദേശത്തെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഇസ്ലാമാബാദിൻ്റെ മുകൾ ഭാഗത്തെ ആകാശപാതയെ പൂർണ്ണമായും സാധാരണക്കാരായ ആളുകൾ യാത്ര ചെയ്യുന്ന തരത്തിലൊരു ഷീൽഡായി, അല്ലെങ്കിൽ ഒരു പ്രതിരോധം എന്ന നിലക്ക് അതിനെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ ആ തരത്തിലാണ് ഇന്നത്തെ തന്ത്രം എന്ന നിലക്ക് അവർ ഉപയോഗിക്കുന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യൻ അതിർത്തിയിലേക്കുള്ള ആക്രമണം പാകിസ്ഥാൻ കനപ്പിക്കുന്നതിന് മുമ്പ്, അതായത് ഏതാണ്ട് 400ഓളം ഡ്രോണുകളാണ് പറത്തിയത്. ഈ 400ഓളം ഡ്രോണുകൾ പറത്തുന്ന സമയത്ത് അതിന് തൊട്ടു മുൻപായി സൗദി അറേബ്യയിൽ നിന്നുള്ള വിമാനം, റിയാദിൽ നിന്നുള്ള വിമാനം അതിന് പോകുന്നതിന് തൊട്ടു പുറകിലായി നിന്നുകൊണ്ട് ഒരു മറയായി ഉപയോഗിച്ചുകൊണ്ട് ആ വിമാനത്തിന് തൊട്ടു പുറകെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം ഏതായാലും പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായി. സമാനമായ തരത്തിൽ ഇന്ന് പാകിസ്ഥാൻ മറ്റൊരു തരത്തിൽ ഈ തന്ത്രത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് പാകിസ്ഥാന്റെ ആകാശപാതയിൽ കൂടുതൽ വിമാനങ്ങൾ പറത്തിക്കൊണ്ടാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നത്. കറാച്ചിയിൽ നിന്ന് ലാഹോറിലേക്കും ഇസ്ലാമാബാദിൽ നിന്ന് പുറത്തേക്കും നിരവധി വിമാനങ്ങൾ പോകുന്നു. അതിൽ തന്നെ ഇസ്ലാമാബാദിൽ നിന്ന് പോകുന്ന വിമാനങ്ങൾ തുടരെ വിമാനങ്ങൾ പോകുന്ന ഈ മാപ്പിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ ഫ്ലൈറ്റ് റഡാറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്രത്തോളം വിമാനങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ പൂർണ്ണമായും ഒരു എയർ ഷീൽഡ് ഉണ്ടാക്കി എടുക്കുന്നതിനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരീക്ഷണം ഇപ്പോൾ വരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരുണ്യ, ഏതായാലും ആക്രമണം ഇപ്പോഴും കനപ്പിക്കുന്നു. അത് പലതരത്തിൽ ഡ്രോൺ ആക്രമണം, ഇന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 8:30 ഡ്രോൺ ആക്രമണം തുടങ്ങുന്നു. സമാനമായ അതേ സാഹചര്യത്തിൽ തന്നെ, ആ സമയത്ത് തന്നെ അതിർത്തിയിൽ വലിയ തോതിലുള്ള ഷെല്ലാക്രമണം നടത്തുന്നു. അത് ഉറി സെക്ടറായാലും പൂഞ്ച് സെക്ടറിലായാലും ഒക്കെ അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഷെല്ലാക്രമണം നടത്തുന്നു. വെടിവെപ്പ് ഉണ്ടാകുന്നു. പലയിടത്തും വെടിനിർത്തൽ കരാർ പോലും ലംഘിച്ചുകൊണ്ടുള്ള വെടിവെപ്പും അതോടൊപ്പം തന്നെ ഷെല്ലാക്രമണവും നടത്താൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ കുറെ കൂടി ശക്തമായ തരത്തിലുള്ളൊരു ആക്രമണം, അല്ലെങ്കിൽ ആ സ്വഭാവത്തിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുള്ള നിലപാട് മാറുന്നു. അവരുടെ പ്രകോപനം ശക്തമാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.